ഹലോ, ഇന്നൊരു പൊരിച്ച കോഴിൻ്റെ ബിരിയാണി ഉണ്ടാക്കാം. ഒരു ടേബിൾ സ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഒരു കപ്പ് തൈര്, ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് റെസ്റ്റിൽ വെക്കാം. ഇനി അതിലേക്കുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ ഒന്ന് വെട്ടിയും ചതച്ചൊക്കെ റെഡിയാക്കി എടുക്കാം. ഓക്കെ, അതിലേക്ക് എടുത്തിരുന്ന 8 മീഡിയം സൈസ് സവാള, 4 തക്കാളി, 3 പച്ചമുളക്, 6 ചെറിയ ഉള്ളി, 8 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചിൻ്റെ കഷ്ണം. അപ്പോൾ 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച കോഴി എടുത്ത് ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ തോതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത്ര മതിയാവും. ഇനി ഇതൊന്ന് കോരി വെക്കാം. മസാല ഉണ്ടാക്കാം, ബിരിയാണിൻ്റെ മസാല. ഇതിനായി ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലേക്ക് നമ്മൾ വെട്ടി വെച്ച ഉള്ളിൻ്റെ ഒരു 3/4 ഭാഗം അതിലേക്കിട്ട് നന്നായി വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ വഴറ്റും. ചെറിയ തീയിലൊന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴറ്റി കിട്ടും. ഇതിലിപ്പോൾ നന്നായി ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇട്ടാം. തക്കാളി അതുപോലെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളിയൊക്കെ പേസ്റ്റ് ആക്കിയെടുത്തത് അതിലേക്ക് ചേർത്ത് വെക്കുക. അതിൻ്റെ ഒരു പച്ചമണം നല്ലോണം മാറി വരണം. പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് മസാല ചേർത്ത് വെക്കാം. ഇനി മസാല ചേർത്ത് വെക്കാം. മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂണ്, മുളക് പൊടി അതുപോലെ ഒരു 2 ടീസ്പൂണ്, പച്ചമുളക് ഇട്ടുകണല്ലോ അപ്പോൾ എരിവ് കുറച്ച് മതി. അതുപോലെ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകം പൊടിച്ചത്. ഇത് ചേർത്ത് നന്നാക്കി മിക്സ് ആക്കിയിട്ട് അതിൻ്റെ പച്ചമുളകൊന്ന് മാറി വരണം. അതുവരെ വഴറ്റി കൊടുക്കും. അതിനുശേഷം നന്നായി വഴറ്റി വന്നതിന് ശേഷം നമുക്കതിലേക്ക് പൊരിച്ച് വെച്ച ചിക്കൻ ഇടണം. അപ്പോൾ അതിനൊക്കെ ലേശം ഒരു കപ്പ് തൈര്, ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ. ഉപ്പ് ചേർത്ത് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. മല്ലിച്ചപ്പ്, പുതിന ഒക്കെ ചേർത്ത് കൊടുത്ത് ഒരു നാരങ്ങൻ്റെ പകുതി ചേർത്ത് കൊടുത്ത് നന്നാക്കി മിക്സ് ആക്കിയിട്ട്
ചൂടായി വരണം. ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ചിക്കൻ വറുത്ത് വെച്ച് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ ചിക്കൻ അതിലേക്ക് ഇട്ട് നന്നാക്കി മിക്സാക്കി മൂടി വെക്കുക. ഒരു 5 മിനിറ്റ് അങ്ങനെ മൂടി വെക്കുക. ചെറിയ തീയിൽ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നന്നാക്കി വെന്ത് വന്നിട്ടുണ്ട്. ഒരു 80-85% വെന്താണ്. ഇനി നമ്മൾ കിടന്ന് പോവും. ബാക്കിയില്ല വേവിച്ചെടുക്കാം. അതിനായി ഒരു ചെമ്പ് അടുപ്പത്ത് വെച്ചാണ് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കുക. പട്ട, ഗ്രാമ്പൂ, ഏലക്കായി. നമ്മൾ അരി അളന്ന് വെച്ച പാത്രത്തിന് 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി തിളച്ച് വരട്ടെ. എന്നിട്ട് അതിലേക്ക് അരി ഇടാം. ഒരു ചെറുനാരങ്ങ നീരും ഒരു ചെറുനാരങ്ങൻ്റെ പകുതി അതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. 2 സ്പൂൺ ഉപ്പ്. വെള്ളം നന്നായി തിളച്ച് വന്നിട്ട് നമുക്ക് അരി ഇടാം. അപ്പോൾ അതിങ്ങനെ ഒന്ന് നന്നായി തിളച്ച് വെള്ളം വറ്റി വരുമ്പോൾ അതിലേക്ക് ക്യാരറ്റ് വെട്ടി വെച്ച് ഇട്ട് കൊടുക്കാം. വെള്ളം ഒന്ന് വലിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 50 ഗ്രാം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. വെള്ളം നന്നാക്കി ഫുള്ളായിട്ട് വറ്റിക്കാൻ നിൽക്കരുത്. തീ കുറച്ചിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. നമ്മൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇളക്കി നല്ലവണ്ണം ഇളക്കിയിട്ട് ചിക്കൻ്റെ മുകളിലേക്ക് ദമ്മിടാം. അപ്പോൾ ഇനി നമ്മൾ ദമ്മിടാൻ പോവാണ്. ഒറ്റ ലെയറായിട്ട് ഇട്ടാൽ മതി. കുറച്ചല്ലേ ഉള്ളൂ, 1 കിലോനല്ലേ ഉള്ളൂ. ഒക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഉള്ളി പൊരിച്ചതും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ്. അപ്പോൾ നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ഇളക്കി നോക്കാം. റൈസൊക്കെ നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട്. കോഴിയൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊരിച്ച കോഴിൻ്റെ ബിരിയാണി അവിടെ റെഡിയായി. ഓക്കെ, ബൈ.